കൊല്ലത്ത് 2.5 വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തി മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തു. താന്നി പാലത്തിന് സമീപം സുചിത്ര നഗറിൽ വാടകയ്ക്ക് താമസിക്കുന്ന അജീഷ് സുലു ദമ്പതികൾ 2.5 വയസ്സുള്ള മകൻ ആദിയെ കൊലപ്പെടുത്തിയ ശേഷമാണ് തൂങ്ങി മരിച്ചത്. സാമ്പത്തിക പ്രശ്നവും അർബുദ രോഗവുമാണ് ജീവനൊടുക്കാൻ കാരണമെന്ന് ആത്മഹത്യാക്കുറിപ്പ്. അജീഷും സുലുവും 2.5 വയസ്സുള്ള കുഞ്ഞുമായി വാടക വീട്ടിലാണ് താമസം. അജീഷിന്റെ മാതാപിതാക്കളും ഇവരോടൊപ്പമുണ്ട്. ഇന്ന് രാവിലെ 10 മണിയായിട്ടും ദമ്പതികൾ ഉറക്കമുണർന്നില്ല. സംശയം തോന്നിയ അജീഷിന്റെ മാതാപിതാക്കൾ സുലുവിന്റെ രക്ഷിതാക്കളെയും വിവരമറിയിച്ചു. തുടർന്ന് മുറി തള്ളി തുറന്ന് നോക്കിയപ്പോഴാണ് 3 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടത്. കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു കുഞ്ഞിന്റെ മൃതദേഹം. ദമ്പതികൾ തൂങ്ങിയ നിലയിലും. കുഞ്ഞിന്റെ ശരീരത്തിൽ മുറിവുകളോ രക്തമോ ഇല്ല. 6 മാസം മുൻപാണ് അജീഷ് വിദേശത്തു നിന്നും എത്തിയത്. പിന്നീട് അഭിഭാഷകന്റെ ഓഫീസിൽ സഹായിയായി ജോലി ചെയ്യുകയായിരുന്നു. വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ദമ്പതികളെ അലട്ടി. ഇതിനിടയിൽ ഒരാഴ്ച മുൻപ് അജീഷിന് അർബുദ രോഗവും സ്ഥിരീകരിച്ചു. ജീവനൊടുക്കാൻ കാരണം ഇതാണെന്ന് വ്യക്തമാക്കുന്ന ആത്മഹത്യാക്കുറിപ്പും പോലീസിന് ലഭിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ക്യാൻസറും ഡിറ്റക്ട് ആയിട്ടുണ്ട്. അതിന്റെ ഒരു സ്ട്രെസ് ജനനം മുതൽ കുഞ്ഞിനും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ചികിത്സകൾക്ക് വലിയ തുക ചിലവായിട്ടുണ്ടെന്നും അടുത്ത ബന്ധു പറയുന്നു. 1 വയസ്സായില്ല. അപ്പം അതിന് കിരണ്യയുടെ പോലത്തെ ഒരു അസുഖം വന്നു കുഞ്ഞിന്. അത് കഴിഞ്ഞ് തലയിൽ ചെറിയൊരു മുള പോലെ വന്ന് അതിനെല്ലാം കുഞ്ഞുങ്ങൾ ഒരുപാട് പൈസ കടബാധ്യത തന്നെയാണ്. അതിൻ്റെ കൂടെയാണ് ഈ മോൻ ഈ അസുഖം. ഇപ്പോൾ ഏതൊരു വക്കീലിൻ്റെ കൂടെ കുമ്പളിക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് ഈ അസുഖമായപ്പം കുഞ്ഞിനെ താങ്ങാൻ പറ്റത്തില്ല. എടുക്കുന്ന കണ്ടില്ല ഞാൻ. എനിക്കറിയാൻ വയ്യേ ദൈവം. സംഭവം കേട്ടറിഞ്ഞെത്തിയവരെയെല്ലാം നൊമ്പരത്തിലാക്കിയ ഒരു ഊഞ്ഞാൽ ഈ വീട്ടുമുറ്റത്തുണ്ട്. 2.5 വയസ്സുകാരൻ ആദിയെ ഓർമ്മിപ്പിച്ച് ഒരു കുഞ്ഞ് ഊഞ്ഞാൽ. ജനം, കൊല്ലം.